സോ നമ്മളെല്ലാവരും ഫോട്ടോസ് എടുക്കും. നമ്മൾ ചില സമയത്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ വിചാരിച്ച പോലെയാണ് കിട്ടാറില്ല. പക്ഷേ എന്തോ സംതിങ് ഈസ് മിസ്സിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എലമെന്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നത്, അതൊക്കെയാണ് കോമ്പോസിഷനിൽ വരുന്നത്. അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടായിരിക്കും, റൂൾ ഓഫ് തേർഡ്സ്. സോ റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫ്രെയിമിനെ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ 2 ഹൊറിസോണ്ടലും 2 വെർട്ടിക്കൽ ലൈൻസും വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു ലൈനിന്റെ മേലെ നമ്മൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ കീപ്പ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സബ്ജക്റ്റിനെ ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് റൂൾ ഓഫ് തേർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പോർട്രേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിന്റെ കണ്ണ് നമ്മൾ ആ ലൈനിൽ കീപ്പ് ചെയ്യുക, ആ ഒരു പോയിന്റിൽ കീപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും കൂടി നല്ല ഫോട്ടോസ് കിട്ടും. നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഒറിസോൺ നമ്മൾ റൂൾ ഓഫ് തേർഡ്സിൽ അടിയിലത്തെ ലൈനിൽ വെച്ച് കീപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലായാലും ക്യാമറയിലായാലും ഗ്രിഡ് വ്യൂ ഓൺ ആക്കിയിടുക. അപ്പോൾ ഗ്രിഡ് വ്യൂ ഓൺ ആക്കിയിടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെഫറൻസ് പോയിന്റ് കിട്ടും. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി അടുത്ത പോയിന്റാണ് ഫ്രെയിം വിത്തിൻ്റെ ഫ്രെയിം. ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് കുറേ ഫ്രെയിംസ് ഉണ്ടായിരിക്കും. സോ ആ ഫ്രെയിം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. സോ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മൾ സബ്ജക്റ്റിനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ നേരെ സബ്ജക്റ്റിലേക്ക് പോകും. അപ്പോൾ ആ ഫോട്ടോ ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും. അടുത്തതാണ് സിമ്മെട്രി. റൂൾ ഓഫ് തേർഡ്സിൽ നമ്മൾ ഒരു സൈഡിലേക്ക് ആയിരിക്കും സബ്ജക്റ്റിനെ നമ്മൾ കീപ്പ് ചെയ്യാം മെയിനായിട്ട്. പക്ഷേ സിമ്മെട്രി പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഇത് നമ്മൾ സെൻറ്ററിൽ കൊണ്ടുപോയി നമ്മൾ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യും. സെൻറ്ററിൽ പ്ലേസ് ചെയ്യുമ്പോൾ 2 സൈഡിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ്സ് അത് ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഏകദേശം ഈക്വൽ ആണ്. അപ്പോൾ സബ്ജക്റ്റിനെ സെൻറ്ററിൽ വെക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടിയും നമ്മുടെ വ്യൂവേഴ്സ് അറ്റൻഷൻ സബ്ജക്റ്റിലേക്ക് വരും. ഇത് നമുക്കൊരു ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി അതിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. പോർട്രേറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒബ്സർവ് ചെയ്തിട്ട് ഏത് റൂള് അപ്ലൈ ചെയ്യണം, ഏത് കോമ്പോസിഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. സിമ്മെട്രി തന്നെ 2 തരത്തിലുണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടലുണ്ട്. അപ്പോൾ ചിലപ്പോൾ വെർട്ടിക്കൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിഷനാണ്. പിന്നെ അടുത്തതാണ് ലീഡിങ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമിൽ കുറച്ച് ലൈൻസും കാര്യങ്ങളും നമ്മുടെ സബ്ജക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ആ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലൈൻസ് ടെൻഷൻ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആ ലൈൻസ് നമ്മൾ നേരെ ലീഡ് ചെയ്യണം നമ്മുടെ സബ്ജക്റ്റിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ നമുക്ക് ലീഡിങ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ലീഡിങ് ലൈൻസിന് പല തരത്തിലുണ്ട്. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം, ചിലപ്പോൾ ഡയഗണലായിട്ട് ഉള്ള ലൈൻസ് ആയിരിക്കാം, അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ കർവ്സ് പോലെ ആയിരിക്കാം. സോ അതാണ് ലീഡിങ് ലൈൻസ്. പിന്നുള്ളൊരു ടിപ്പാണ് ഫോർഗ്രൗണ്ട് എലമെന്റ്സ് ആഡ് ചെയ്യുക. ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിൽ ഫ്രണ്ടിലായിട്ട് എലമെന്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഡെപ്ത് ഫീൽ ചെയ്യും, ഫോട്ടോയ്ക്ക് ഒരു ഡെപ്ത് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്നും കൂടി ഫോട്ടോനെ ബെറ്റർ ആക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നോർമലായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അതൊരു ഫോർഗ്രൗണ്ട് എലമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് സ്പേസ് ഉണ്ട്, നെഗറ്റീവ് സ്പേസ് ഉണ്ട്. ആ പോസിറ്റീവ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റും നമ്മുടെ മെയിൻ സബ്ജക്റ്റാണ്. പക്ഷേ നെഗറ്റീവ് സ്പേസ് പറയുന്നത് സബ്ജക്റ്റ് അല്ലാതെ ബാക്കിയുള്ള നമ്മുടെ എൻവയോൺമെൻറ്റ് കാര്യങ്ങൾ. സോ നിങ്ങൾ ചില മിനിമൽ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാകും. മിനിമൽ എന്ന് പറയുമ്പോൾ ലെസ് ഈസ് മോർ. സോ എത്ര നമുക്ക് ഫ്രെയിമിൽ ഒബ്ജക്ട്സും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതാണ് മിനിമലിസം. സോ ആ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോസ് മിക്കതും ഒരു നെഗറ്റീവ് സ്പേസ് കൂടുതൽ അവർ കൊടുത്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഫോട്ടോസ് എടുക്കുക. സോ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സബ്ജക്റ്റിനെ വളരെ ചെറുതായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, പക്ഷേ മേലെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടുത്താണ് കളർ ആൻഡ് കോൺട്രാസ്റ്റ്. സോ നമ്മളൊരു ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്കത് കളേഴ്സ് വെച്ചിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓറഞ്ച് ആൻഡ് സിയാൻ ആ ഒരു കളർ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയും. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ആ ഫോട്ടോന് ഒരു ബെറ്റർ ലുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്തൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ചില കളേഴ്സ് നിങ്ങൾക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കുറച്ച് റൂൾസ് ഗൈഡ് ലൈൻസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യലാണ്. ആദ്യം നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഈ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ട്രൈ ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.